ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വാളരിപ്പയർ കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പയർ കടകളിൽ വാങ്ങാൻ കിട്ടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞങ്ങളിവിടെ വള്ളിയിൽ പടർന്നിട്ടുള്ള അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പയർ മെഴുക്ക് പുരട്ടിയാക്കാൻ ആദ്യം തന്നെ ഇതുപോലെ മുറിച്ച് വയ്ക്കുക. ഇതിൻ്റെ കൂടെ ഉള്ളിയും പച്ചമുളകും ഇതുപോലെ മുറിച്ച് വയ്ക്കണം. ഇത് ഒരു വാള് പോലെ ഉള്ളതുകൊണ്ടാണ് ഇതിന് വാളരിപ്പയർ എന്ന് നമ്മളൊക്കെ പറയുന്നത് കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നാര് കളഞ്ഞിട്ട് വേണം ഇതുപോലെ മുറിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഈ ബീൻസൊക്കെ ഉപ്പേരിയൊക്കെ ആക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്നൊരു നാര് വലിച്ച് കളയാറില്ലേ രണ്ട് വശത്തുനിന്നും, അതുപോലെയാണ് ഈ വാളരിപ്പയറിൻ്റെതും ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷമാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ടത്. നമ്മളിതാ ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കീറിയിടാം. എന്നിട്ട് അതും ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഉള്ളി അധികം ബ്രൗൺ നിറമാവണമെന്നില്ല, ഇത് ഒരു ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. ഈ പയർ പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ്. അതുപോലെ ഇതിൽ ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വാളരിപ്പയർ കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാവുന്നതാണ്, അതായത് തേങ്ങയൊക്കെ ഇട്ട് തോരൻ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ ഞാനിന്ന് ഇതിവിടെ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പയർ വെന്ത് കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. അതാ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഇപ്പോൾ നോക്കാം. അതിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ വാളരിപ്പയർ മെഴുക്ക് പുരട്ടി റെഡി. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.